ഓക്കെ, അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിച്ചു തരാൻ പോകുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് തിയറിക്ക് വേണ്ടി എങ്ങനെ വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ സെറോദയിലാണ് വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് തിയറിയിൽ ലൈവ് ട്രേഡ് എടുത്ത് കാണിച്ചു തന്നു. അപ്പം ആ വീഡിയോ കാണാണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം പോയിട്ട് ചാനലിലെ ആദ്യത്തെ ആ ഒരു വീഡിയോ കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നതല്ല. അപ്പം നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഇന്ന് മിഡ് ക്യാപ് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ഇന്നൊരു തിങ്കളാഴ്ചയാണ്. അപ്പം ഞാനിവിടെ മിഡ് ക്യാപ് നിഫ്റ്റിനെ എക്സാമ്പിൾ ആയിട്ട് വെച്ചുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പം അഡ്ജസ്റ്റ്മെൻറ്റ് തിയറിയിൽ ഞാൻ ഏറ്റവും ആദ്യം തന്നെ ചാർട്ടാണ്. അപ്പം നമുക്ക് അപ്പം നമ്മളിവിടെ ഇന്ത്യ വിക്സിൻ്റെ ചാർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനുശേഷം അണ്ടർലൈങ്ങിൻ്റെ ചാർട്ടാണ്, അതായത് ഏത് ഇൻഡെക്സിലാണോ എക്സ്പയറി ഉള്ളത് ആ ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് സെക്കൻഡ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ അണ്ടർലൈങ്ങിൻ്റെ ചാർട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് മിഡ് ക്യാപ് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്, പറഞ്ഞ പോലെ തന്നെ. അപ്പം മിഡ് ക്യാപ് നിഫ്റ്റിയുടെ ചാർട്ടിനെ ബേസ് ചെയ്താണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പം മിഡ് ക്യാപ് നിഫ്റ്റി ഇപ്പം നിൽക്കുന്നത് 10,700 എന്ന് പറയുന്ന റേഞ്ചിലാണ്. അപ്പോൾ 10,700ൻ്റെ കോളും പുട്ടും നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് 10,700ൻ്റെ കോളും പുട്ടും ആഡ് ചെയ്തു. ഇനി ഒരു സ്ട്രൈക്ക് പുറകിലുള്ള കോളും പുട്ടും ആഡ് ചെയ്യാം. അതായത് മിഡ് ക്യാപ് നിഫ്റ്റിനെ സംബന്ധിച്ചോളം 25 പോയിന്റ് എവേ ആണ് സ്ട്രൈക്സ് ഫോം ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 25 പോയിന്റ് ബാക്കിയുള്ള 2 സ്ട്രൈക്സ് ആഡ് ചെയ്യാം, കോളും പുട്ടും. അപ്പം മിഡ് ക്യാപ് നിഫ്റ്റിയിൽ ഇനി ആഡ് ചെയ്യേണ്ടത് 10,675ൻ്റെ സ്ട്രൈക്കാണ്. അതിൻ്റെ കോളും പുട്ടും ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഒരു സ്ട്രൈക്ക് മുന്നിലുള്ള സ്ട്രൈക്ക് നമുക്ക് ആഡ് ചെയ്യണം. അപ്പം 10,725ൻ്റെ സ്ട്രൈക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഇനി ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഇതെല്ലാം ഒന്ന് ഓർഡറിൽ ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ അഡ്ജസ്റ്റ്മെൻറ്റ് തിയറിക്ക് വേണ്ടിയിട്ട് വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മിഡ് ക്യാപ് നിഫ്റ്റി ആയതുകൊണ്ടാണ് ഇത് ഒരു സ്ട്രൈക്സിൽ നമ്മൾ നിർത്തിയത്. ഇപ്പം ഇൻഡെക്സ് വോളറ്റിലാണ്, ഈ ഇന്ത്യ വിക്സ് ഭയങ്കര ഹൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മൂവ്മെൻറ്റ് വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തേണ്ടി വരും ഈ ഒരു സ്ട്രൈക്കിൻ്റെ കേസിൽ. അപ്പം ഇത് ബേസിക്കായിട്ട് ഇങ്ങനെയാണ് നമ്മൾ വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് തിയറിക്ക് വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് നമ്മൾ വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതൊരു ബേസിക് വീഡിയോ ആണ്, എനിക്കറിയാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, ഉറപ്പായിട്ടും റെസ്പോൺസ് വരുന്നതാണ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.